എങ്ങനെയാണ് ദൈവവചനം നാം ധ്യാനിക്കേണ്ടത്? പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്കത് ചെയ്യാം? ഈ സന്ദേശത്തിൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി ദൈവവചനം ധ്യാനിക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിലൂടെ അതിനുള്ള നല്ലൊരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതങ്ങൾക്ക് തന്നെ അതൊരു രൂപാന്തരവുമായി തീരും. എൻ്റെ അവസാനം വരെ കാണുമെങ്കിൽ ഒരു ചലഞ്ചും കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. ഹലോ ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. അപ്പോൾ മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഴത്തിൽ ചിന്തിക്കുക. കുറച്ച് സമയത്തേക്ക് നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, കേന്ദ്രീകരിക്കുക. ബൈബിളിൽ ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണമെന്നുള്ളത്. ഉദാഹരണത്തിന് ജോഷുവ 1:8, സങ്കീർത്തനം 1:2, 119:15, 119:97, അങ്ങനെ ഒട്ടേറെ വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നാം ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുമ്പോൾ നാം അത് വെറുതെ അങ്ങ് വായിച്ചു പോവുകയല്ല. നാം കുറച്ച് സമയമെടുക്കുകയാണ് ആഴത്തിൽ ആ വേദഭാഗത്തെപ്പറ്റി, വാക്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ. ആൻഡ് കൂടുതൽ ആഴത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സത്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് തന്നെ ഇറങ്ങും. അങ്ങനെ ദൈവം നമ്മളെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ അത് ഉപയോഗിക്കും. അപ്പോൾ പിന്നെ ചിലർ ചോദിക്കുമായിരിക്കും, ബൈബിൾ സ്റ്റഡിയും മെഡിറ്റേഷനും, ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ചെയ്യുന്നത് തന്നെയാണ്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ മെഡിറ്റേഷൻ, വചനത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ സ്റ്റഡിയെക്കാട്ടിലും ഏതാനും പടികളും കൂടെ മുകളിലേക്ക് കയറും. കാരണം അതിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നാം നമ്മെ തന്നെ സോക്ക് ചെയ്യാണ്, അതിലങ്ങ് അലിഞ്ഞങ്ങ് ചേരുകയാണ്. അങ്ങനെ ആ വചനം നമ്മുടെ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഫേസ്. അങ്ങനെ ആ വചനം നമ്മളെ രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. ഈ ഒരു സമയം ഇറ്റ് ഈസ് ഗുഡ് ടു കീപ്പ് ഇൻ മൈൻഡ്. എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ പറയുന്ന ധ്യാനം നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കുക എന്ന അർത്ഥമല്ല. കാരണം അങ്ങനെ ഒരു അർത്ഥമാണല്ലോ ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി ഒക്കെ പഠിപ്പിക്കുന്നത്. ബൈബിൾ പറയുന്ന ധ്യാനമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സത്യം കൊണ്ട് നിറയ്ക്കണം. അതിൻ്റെ ലക്ഷ്യം സെൽഫ് അവെയർനെസ്, സ്വയത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാക്കുകയല്ല, പകരം ഗോഡ് അവെയർനെസ്, ദൈവത്തെ കൂടുതൽ അറിയുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. നാം നിശബ്ദതയിലൊക്കെ ഇരിക്കുന്നത് ആ നിശബ്ദതയ്ക്ക് വേണ്ടിയല്ല, പക്ഷേ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ ആ ശബ്ദം നമുക്ക് ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനത്തിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ എങ്ങനെയാണ് തിരുവഴുത്തിനെ ധ്യാനിക്കേണ്ടത്? ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, പിക്ക് എ ടൈം. ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കണം. നമ്മുടെ ദിവസത്തെ ആ ഷെഡ്യൂളിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സമയം നാം തിരഞ്ഞെടുക്കണം. ആ ഒരു സമയം നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ വേണ്ടി. അങ്ങനെ ചെയ്യുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമായി, ഒരു ഹാബിറ്റായി മാറും. ജസ്റ്റ് ലൈക്ക് നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്നത് പോലെയും അല്ലെങ്കിൽ 2 or 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് പോലെ ദൈവവചന ധ്യാനമെന്ന് പറയുന്നത് ഒരു ഹാബിറ്റായി, ഒരു ശീലമായി മാറണം. മാത്രവുമല്ല, ഒരു ദിവസത്തിൻ്റെ ഏറ്റവും നല്ല സമയം വേണം നാം വചനധ്യാനത്തിന് വേണ്ടി കൊടുക്കുവാൻ. അല്ലാതെ നമ്മൾ ടയേർഡായി, എക്സോസ്റ്റഡായി, ക്ഷീണിച്ചിരിക്കുന്ന സമയവും ഉറക്കം വരുന്ന സമയവും അല്ല അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടത്. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്ന വ്യക്തിയാണോ, അതോ രാത്രി ലേറ്റായിട്ടിരിക്കുന്ന വ്യക്തിയാണോ? ഏതാണോ നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള നല്ല ക്വാളിറ്റി ബെസ്റ്റ് ടൈം നമ്മൾ ദൈവവചന ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. ഇനി രണ്ടാമത്, ഫൈൻഡ് എ ക്വയറ്റ് കംഫർട്ടബിൾ പ്ലേസ്. ഒരു ശാന്തമായ, സ്വസ്ഥമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. തിരുവഴുത്ത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ധ്യാനിക്കാം. പക്ഷേ സ്വസ്ഥമായി, ഡിസ്ട്രാക്ഷൻസ്, അതായത് മറ്റ് ശല്യങ്ങളോ ബഹളമോ ഒന്നുമില്ലാതെ സാവകാശം നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാൻ ഉതകുന്ന ഒരു സ്ഥലം നാം തിരഞ്ഞെടുക്കണം. ദൈവത്തോട് ഇൻസൈറ്റിനായിട്ടും ചോദിക്കണം. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നതും ദൈവത്തിൻ്റെ വചനം നമ്മളെ മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നതും. ഇനി 3, ചൂസ് എ സ്മോൾ പാസേജ് ഓഫ് സ്ക്രിപ്ചർ. ഒരു ചെറിയ വേദഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഞാനിത് സ്റ്റാർട്ടേഴ്സിന് വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പം അതിൽ ഉൾപ്പെടും ചിലപ്പോൾ ഒരു വാക്യമോ അല്ലെ 3-4 വാക്യങ്ങളോ അല്ലെങ്കിൽ ഒരു ചെറിയ അധ്യായമോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിലെ ഒരു വാക്യമോ അല്ലെങ്കിൽ ആ പാരഗ്രാഫ് ഒക്കെയോ നിങ്ങൾ വായിക്കുക. അതിന് ചുറ്റിനുമുള്ള ആ വേദഭാഗം, ആ വാക്യങ്ങളും കൂടെ നിങ്ങളൊന്ന് വായിക്കണം. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പറയും, എനി ടെക്സ്റ്റ് ടേക്കൺ ഔട്ട് ഓഫ് ഇറ്റ്സ് കോൺടെക്സ്റ്റ് ബിക്കംസ് എ പ്രീ ടെക്സ്റ്റ്. ഏതൊരു വാക്യവും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ അടർത്തിയെടുത്താൽ
പിന്നീട് ആ ഒരു വാക്യത്തെ കൊണ്ടോ വേദഭാഗത്തെ കൊണ്ടോ നമുക്ക് എന്തും പറയിപ്പിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഏതൊരു വാക്യത്തിൻ്റെയും അല്ലെ വാക്യങ്ങളുടെയും പശ്ചാത്തലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 4, റീഡ് സ്ലോലി ആൻഡ് റിപ്പീറ്റഡ്ലി. ആവർത്തിച്ച് വായിക്കുക, പെതുക്കെ വായിക്കുക. അത് ഒന്നിലധികം പ്രാവശ്യം നമ്മൾ വായിക്കണം. പറ്റുമെങ്കിൽ വിവിധ ട്രാൻസ്ലേഷൻസിൽ നമുക്കത് വായിക്കാം. ഇംഗ്ലീഷിൽ തന്നെ പല ട്രാൻസ്ലേഷൻസ് ഉണ്ട്. NKJV, ESV, അങ്ങനെ ഒട്ടനവധി ട്രാൻസ്ലേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ആ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാൻ അനുവദിക്കണം. നമ്മുടെ അന്തരംഗത്തേക്ക് അതൊന്ന് സിങ്ക് ചെയ്യുവാൻ അനുവദിക്കണം. പാസ്റ്റർ ജോൺ മാർക്ക് കോമർ എന്ന് പറയുന്ന ആ പാസ്റ്റർ തൻ്റെ പുസ്തകം ദ റൂത്ത്ലെസ് എലിമിനേഷൻ ഓഫ് ഹറി എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് വളരെ കോൺഷ്യസായി, ബോധപൂർവമായി പെതുക്കെ വായിക്കുന്നതിൻ്റെ ഗുണം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഹറിയിൽ, കൂടുതൽ ദ്രുതഗതിയിൽ നമ്മൾ വായിച്ചു പോയാൽ നമുക്ക് ഫോക്കസ് ചെയ്യുവാൻ സാധിക്കില്ല. ആൻഡ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എങ്കിൽ ആ ദൈവവചനത്തിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ആ സ്വരത്തോട് നമ്മൾ ലെസ് റിസപ്റ്റീവ് ആവും. നാം അധികം കേൾക്കാതെ പോവും ദൈവത്തിൻ്റെ ശബ്ദം. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ വളരെ ദ്രുതഗതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ നിങ്ങളെപ്പോഴും എങ്ങോട്ടേലും ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് എന്തെങ്കിലും കൈ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം മാത്രം കഴിച്ച് അങ്ങനെ ഓടിപ്പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഭക്ഷണവുമായിട്ട് അൺഹെൽത്തി ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ലൊരു ബന്ധം കാണില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഒരു ദിവസത്തിൽ ഏതാനും ചില മിനിറ്റുകൾ മാത്രമേ നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഒരു ഹെൽത്തി ബന്ധം നിങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു ബന്ധം നമുക്ക് കാണില്ല എന്ന് പറയേണ്ടി വരും. നമ്മൾ ടീ ബാഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ആ ടീ ബാഗ് ആ കിടക്കുന്ന ആ ചൂടുവെള്ളത്തെ മാറ്റണമെങ്കിൽ, ആ ടേസ്റ്റൊക്കെ മാറ്റണമെങ്കിൽ കുറച്ച് സമയം ആ ചൂടുവെള്ളത്തിൽ ആ ടീ ബാഗ് കിടക്കണം. അതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടും റഷ് ചെയ്യാത്ത ഒരു സമയമാണ് നാം ചെലവഴിക്കേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് നാം ദൈവത്തിൻ്റെ വചനത്തിൽ മുഴുകി സോക്ക് ചെയ്തിരിക്കുമ്പോഴാണ്. അല്ലാതെ ഏതാനും ചില സെക്കൻഡുകൾ, ഏതാനും ചില വാക്യങ്ങൾ ഓടിച്ചിട്ട് വായിച്ചിട്ട് പോയാൽ യാതൊരു വിധത്തിലും ഒരു മാറ്റവും സംഭവിക്കില്ല. പിന്നെ 5, ആസ്ക് ക്വസ്റ്റ്യൻസ്. ആ വാക്യങ്ങളെപ്പറ്റിയും വേദഭാഗത്തെപ്പറ്റിയും കുറച്ച് ക്യൂരിയസ് ആകാൻ തുടങ്ങണം. ചില ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ഒരു വാക്യത്തിൽ നിന്ന് എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നത്? എന്താണ് വ്യക്തികളെപ്പറ്റി ആ വാക്യം പറയുന്നത്? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെപ്പറ്റി, അല്ലെങ്കിൽ അതിനെങ്ങനെ അപ്ലൈ ചെയ്യാം ആ വാക്യം? പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ആ വാക്യത്തെ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം? ഇപ്പോൾ ഉദാഹരണത്തിന് സദൃശവാക്യങ്ങൾ 23:17-18 പറയും, നാം അസൂയപ്പെടരുത്. അപ്പോൾ നമുക്ക് സ്വയം ചോദിക്കാം, എന്താണ് അസൂയയുടെ അർത്ഥം? എൻ്റെ ജീവിതത്തിൽ അസൂയ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ ഇടയ്ക്ക് വരാറുണ്ടോ? ഞാൻ എൻ്റെ ഉള്ളിൽ അപ്രകാരമുണ്ട് എങ്കിൽ വല്ല മാറ്റങ്ങൾ വല്ലതും വരുത്തണമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. അസൂയപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം? എന്നിട്ട് ദൈവസന്നിധിയിൽ അപ്രകാരമുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോട് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുവെഴുത്തിനെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്യം എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അത് മുഴുവനുമായും നമ്മുടെ ഉള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഇപ്രകാരമുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതിനൊരു സഹായമാവും. ഇനി 6, മെമ്മറൈസ് സ്ക്രിപ്ചർ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ആ വാക്യത്തെയോ അല്ലെ 2-3 വാക്യങ്ങളെ, നിങ്ങളെ തട്ടി ഉണർത്തുന്ന ആ വാക്യങ്ങളെ നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള രീതിയിൽ പേപ്പറിലോ ബുക്കിലോ ജേർണലിലോ ഒക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അത് സാവകാശം സ്ലോ ആയിട്ടുള്ള രീതിയിൽ എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാൻ നാം സമയം കൊടുക്കും. ഇന്നത്തെ ഈ ഒരു ബിസി കാലഘട്ടത്തിൽ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന്, അതായത് നമ്മുടെ ശ്രദ്ധ തിരിപ്പിച്ചു വിടുന്ന പല കാര്യങ്ങളിൽ നിന്ന് ഇപ്രകാരമുള്ളൊരു സ്വഭാവം നമ്മൾ ചെയ്യുമെങ്കിൽ അതൊരു വലിയൊരു ഹെൽപ്പാവും. ചിലർക്ക് ബൈബിൾ വാക്യങ്ങൾ എഴുതി അത് കളർ ചെയ്യാൻ ഇഷ്ടമാണ്. അത് സയൻസ് തന്നെ പറയുന്നത് പല ഉത്കണ്ഠകളുള്ളവർക്ക് അത് വളരെ തെറാപ്യൂട്ടിക് ആണെന്ന്. അപ്പോൾ തിരുവെഴുത്തിലെ വാക്യങ്ങൾ നമുക്ക് മെമ്മറൈസ് ചെയ്യാം, മനഃപ്പാഠമാക്കാം. അത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പകൽ ഉടനീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് അയവിറക്കാനും ഒക്കെയും അതൊരു സഹായമാവും. നമുക്ക് ന്യൂറോ സയൻസിൻ്റെ റിസർച്ചിൽ നിന്നറിയാം, കൈ കൊണ്ട് എഴുതുന്നത് നിമിത്തം ബ്രെയിനിലെ മെമ്മറി റിലേറ്റഡ് ഓർമ്മയുടെ ഭാഗങ്ങളെ കൂടുതൽ എൻഗേജ് ചെയ്യും. വെറുതെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ ടൈപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ കൈ കൊണ്ട് എഴുതുന്നതിന് വലിയ ഗുണമുണ്ട് എന്ന് റിസർച്ച് തെളിയിച്ചിട്ടുണ്ട്.
ആ സ്റ്റഡീസിലൊന്നും തിരുവഴുത്തിലെ വാക്യങ്ങൾ എഴുതുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എങ്കിലും പല വിശ്വാസികളും മനസ്സിലാക്കിയിട്ടുള്ളൊരു സത്യം, വേദഭാഗങ്ങളും വേദവാക്യങ്ങളും എഴുതുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ ഓർക്കുവാനും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏഴാമത്തേത്, പ്രേ ദ സ്ക്രിപ്ചർ. ആ വാക്യങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. ആ വാക്യങ്ങളൊക്കെ അത് ഉപയോഗിച്ച് ദൈവത്തെ പുകഴ്ത്തുവാനും, അല്ലെങ്കിൽ നാം നേരിടുന്ന ഒരു പ്രതികൂലമോ അല്ലെ നമ്മുടെ പോരായ്മകളെപ്പറ്റി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെ ദൈവാലോചന ചോദിക്കാനോ ഒക്കെയും ആ വാക്യങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് യാബേസിൻ്റെ പ്രാർത്ഥനയും പിന്നെ അഹരോൻ്റെ ആ അനുഗ്രഹവും ഇതൊക്കെയും നമുക്ക് നമ്മുടെ ജീവിതത്തിലെയും പ്രാർത്ഥനകളാക്കി മാറ്റാം. ആ വാക്യത്തെ ആലോചിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും കൂടെ ചെയ്യാം. അതായത് ഉദാഹരണത്തിന് ചിലപ്പോൾ ഒരു വാക്യം പറയുമായിരിക്കാം, ദൈവമോ അല്ലെ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുവെന്ന്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, അത് എങ്ങനെയായിരിക്കും പ്രാവർത്തികമായി നടക്കുന്നതെന്ന്. ഉദാഹരണത്തിന് സെഫന്യാവ് 3:17 പറയുന്നത്, ദൈവം ഘോഷത്തോടെ നമ്മളിൽ ആനന്ദിക്കുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെയൊക്കെ അടച്ചിട്ട് അതൊന്ന് പിക്ചർ ചെയ്യുവാൻ, മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുവാനായിട്ടുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യണം. ഇനി എട്ടാമത്, ഇഫ് പോസിബിൾ യൂസ് സ്റ്റഡി ബൈബിൾസ് ആൻഡ് ഗുഡ് കമൻട്രീസ്. ഞാനൊരു കാര്യം ആദ്യം പറയാം. ബൈബിളാണ് ആദ്യം വായിക്കേണ്ടത്. ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ആ വേദവാക്യങ്ങൾ എന്താണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു സ്റ്റഡി ബൈബിളോ അല്ലെങ്കിൽ ഒരു നല്ല കമൻട്രിയോ ഒക്കെ എടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് പകരമായി അല്ല ഈ വസ്തുക്കളൊക്കെ, പക്ഷേ നമുക്ക് ചില വാക്യങ്ങളുടെയൊക്കെ പശ്ചാത്തലം മനസ്സിലാക്കുവാനും ഭാഷയും ആ ശൈലികളൊക്കെ മനസ്സിലാക്കുവാനും ചില ആചാരങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനും ഒക്കെയും ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റഡി ബൈബിൾസും അതുപോലെ തന്നെ കമൻട്രീസും ഒക്കെ നമ്മളെ സഹായിക്കും. ചില നല്ല സ്റ്റഡി ബൈബിൾസ്, ഉദാഹരണത്തിന് NKJV സ്റ്റഡി ബൈബിൾ, ESV സ്റ്റഡി ബൈബിൾ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആ വേദവാക്യങ്ങൾ നമ്മുടെ ലെവലിൽ പഠിച്ച ശേഷം കൂടുതൽ നിങ്ങൾക്ക് ചില ആഴത്തിൽ അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില കമൻട്രീസ്, ഉദാഹരണത്തിന് എക്സ്പോസിറ്റേഴ്സ് ബൈബിൾ കമൻട്രി, ന്യൂ ഇൻ്റർനാഷണൽ കമൻട്രി, അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ട്. പിന്നെ ടിൻഡെയിൽ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റമെൻറ്റ് കമൻട്രീസ്, ഇങ്ങനെയൊക്കെയുള്ള കമൻട്രികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ചില നല്ല ഓൺലൈൻ റിസോഴ്സസ് ആണ് ബ്ലൂ ലെറ്റർ ബൈബിൾ, ബൈബിൾ ഹബ്ബ്, സ്റ്റെപ്പ് ബൈബിൾ, അങ്ങനെയുള്ള ചില റിസോഴ്സസ്. ഞാൻ ഇവയുടെയൊക്കെ ചിലതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്, നമ്മൾ ധ്യാനമില്ലാതെ കുറേ ഇൻഫർമേഷൻ നമ്മുടെ തലയിലോട്ട് കയറ്റിക്കൊണ്ട് പോയാൽ അത് വെറും നോളജായി മാറും, അറിവായി മാറും. പിന്നെ ധ്യാനിക്കുന്നുണ്ട് പക്ഷേ അനുസരിക്കുന്നില്ല എങ്കിൽ അത് സ്വയം ചതിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ മെഡിറ്റേഷൻ, അതായത് ധ്യാനവും അനുസരണവും ഒരുമിച്ച് പോകുമെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന രൂപാന്തരം അത് യഥാർത്ഥ രീതിയിൽ രൂപാന്തരമായി തന്നെ ഭവിക്കും. ബൈബിൾ ധ്യാനത്തിൻ്റെ ലക്ഷ്യം ദൈവത്തെ പറ്റി കൂടുതൽ അറിയുക എന്നുള്ളതല്ല, ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ആ സാദൃശ്യത്തോട് നാം കൂടുതൽ അനുരൂപരാകുക എന്നുള്ളതാണ് ബൈബിൾ ധ്യാനത്തിൻ്റെ ലക്ഷ്യം. പരീശന്മാർക്ക് തിരുവഴുത്തുകളെ നന്നായിട്ട് അറിയാമായിരുന്നു, മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും ആ തിരുവഴുത്ത് വിരൽ ചൂണ്ടിയ യേശുവിനെ അവർക്ക് തിരിച്ചറിയുവാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ ഇന്ന് എന്താണ് പഠിച്ചത് എന്നുള്ളൊരു കാര്യം മാത്രം ചോദിക്കാതെ അതിനു പകരം ഈ ഒരു വേദഭാഗത്തിൽ നിന്ന് എനിക്കെന്താണ് ദൈവത്തെപ്പറ്റിയും ദൈവത്തിൻ്റെ മനസ്സിനെ പറ്റിയും കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിച്ചത് എന്ന് വേണം ചോദിക്കുവാൻ. എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? എനിക്ക് ഇതെങ്ങനെ അനുസരണത്തിൽ ഇന്ന് തൊട്ട് അനുസരിച്ച് തുടങ്ങാം? ഇങ്ങനെ നമ്മൾ പതിവായി ചെയ്യുമെങ്കിൽ അതിപ്പോൾ ഏതാനും ചില വാക്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ എങ്കിലും നമ്മൾ മനസ്സിലാക്കി തുടങ്ങും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ മുഴുവൻ ജീവിതത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 12:2 പറഞ്ഞത്, നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണമെന്ന്. ദൈവം നമ്മുടെ മനസ്സുകളെ പുതുക്കുവാൻ അല്ലെ രൂപാന്തരപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ഓടിച്ചിട്ടങ്ങ് വായിച്ച് പോകാതെ അതിന് പകരം സാവകാശം ധ്യാനിക്കുവാനും കൂടെ നാം പരിശ്രമിക്കണം. ഒരു ഇരുമ്പ് കഷ്ണം ഒരു കത്തുന്ന ഒരു തീക്കകത്തോട്ട് ഒന്ന് വെച്ചിട്ട് 1 സെക്കൻഡിന് വെച്ചിട്ട് എടുത്താൽ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. പകരം ആ തീക്കകത്തോട്ട് ഇറക്കി കുറേ നേരം വെക്കുമ്പോൾ ആ തീയുടെ ചൂടിൽ ആ ഇരുമ്പ് കഷ്ണത്തിൻ്റെ നിറവും ചൂടും ഷേപ്പും എല്ലാം മാറാൻ തുടങ്ങും. അതിൻ്റെ രൂപം തന്നെ മാറുവാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ
ആ സത്യം നമ്മളെ പതുക്കെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ഉൾമനുഷ്യനെയും എല്ലാം രൂപാന്തരപ്പെടുത്തുവാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഉള്ളത്തെ മാറ്റുവാൻ ഉപയോഗിക്കും. അപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ ഒരു 7 ദിവസത്തെ ഒരു ചലഞ്ച് നമുക്ക് നോക്കിയാലോ? ഈ ഒരാഴ്ച നിങ്ങൾ ഓരോ ദിവസവും 5-6 അധ്യായം വെച്ച് വായിച്ച് കൂട്ടാതെ ഇതൊരു ചലഞ്ചായിട്ടാണ്. അതിനു പകരം ഒരു ചെറിയൊരു വേദഭാഗം നമുക്ക് തുടങ്ങാം. ഉദാഹരണത്തിന് സങ്കീർത്തനം 23 അല്ലെ ഫിലിപ്പിയർ 4:4 മുതൽ 9 വരെ, അല്ലെങ്കിൽ യോഹന്നാൻ 15:1-8 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളൊന്ന് വായിക്കുക. ഓരോ ദിവസവും 15-20 മിനിറ്റ് എങ്കിലും വെച്ച് ആ വേദഭാഗം വളരെ പെതുക്കെ വായിക്കുക. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഏതാനും ചില വാക്യങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കുക, എന്നിട്ട് ജീവിതത്തിൽ അതിനെ അപ്ലൈ ചെയ്യുക, അനുസരിക്കുകയും കൂടെ വേണം. എന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ തന്നെ മനസ്സിലാക്കും എങ്ങനെയാണ് ദൈവം ആ വചനത്തിലൂടെ നമ്മളോട് ഓരോരുത്തരോട് സംസാരിച്ചതെന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടെ ഒരു എൻകറേജ്മെൻ്റായി തീരട്ടെ. സോ ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്ന് കാണുന്ന ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. പിന്നെ ഇപ്രകാരം സന്ദേശങ്ങളുടെ ലിങ്കുകൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലോട്ട് നിങ്ങൾക്ക് തന്നെ അത് ഡെലിവേർഡായി കിട്ടണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ടെലഗ്രാം ചാനലിലെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതുപോലെ സന്ദേശങ്ങളുടെ ലിങ്കുകളും പിന്നെ പ്രൊഫസി അപ്ഡേറ്റ്സ് അപ്രകാരമുള്ള പല കാര്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും ലിങ്കുകളും ഇൻഫർമേഷനൊക്കെയും തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. So, see you there. Take care and God bless. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.